ഉത്തർപ്രദേശിൽ നിന്നും അൽ ഖ്വയ്ദ സ്ലീപ്പർ സെല്ലുമായി അടുത്ത ബന്ധമുള്ള മുസ്ലിം യുവാവിനെ കണ്ടെത്തിയതായുള്ള വാർത്തകളാണ് പുറത്തുവരുന്നത്. എന്നാൽ ഇയാൾ ഒളിവിൽ പോയതായിട്ടാണ് വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇയാളുടെ വീട്ടിൽ അരിച്ചുപെറുക്കി റെയ്ഡ് നടത്തിയിട്ടുണ്ട്. ഇയാൾക്കെതിരെ വാട്സാപ്പ് ചാറ്റുകളും CCTV ദൃശ്യങ്ങളും കണ്ടെടുത്തതായി തന്നെ പോലീസ് അറിയിച്ചു. അതേപോലെ ATSഉം ജമ്മു കാശ്മീർ പോലീസും സംയുക്തമായി ചേർന്നുകൊണ്ടാണ് ഈ അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. ഇയാളുടെ ബന്ധം പുറത്തു വന്നതോടുകൂടി തന്നെ ഇപ്പോൾ ആശങ്ക കൂടുതൽ വർദ്ധിക്കുകയാണ്. റിപ്പബ്ലിക് ദിനത്തിൽ ഇന്ത്യയിലെ പ്രധാന സ്ഥലങ്ങളിൽ ആക്രമണം നടത്താൻ പാക് ഭീകര സംഘടനകൾ പദ്ധതിയിടുന്നതായി തന്നെ ഇന്റലിജൻസ് വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. അതിൽ ഏറ്റവും കൂടുതലായി തന്നെ അൽ ഖ്വയ്ദയിലെ ഗുണ്ടാ സംഘങ്ങളുമായിട്ടുള്ള, അതായത് ഭീകര ഗുണ്ടാ തലവന്മാരെ തന്നെ ഇതിനായി കണ്ടെത്തിയതായും വിലയിരുത്തൽ അല്ലെങ്കിൽ ഒരു വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇയാൾ ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നതായി തന്നെ കണ്ടെത്താൻ സാധിച്ചിരിക്കുന്നതും. ഇയാളുടെ മൊബൈൽ ഫോൺ അടക്കം ഇപ്പോൾ നിരീക്ഷണത്തിലാണ്. ഇന്ത്യയിലെ സുപ്രധാന വിവരങ്ങൾ ചോർത്തി നൽകുകയോ അല്ലെങ്കിൽ മറ്റു രീതിയിൽ എന്തെങ്കിലും തന്നെ ചെയ്തിട്ടുണ്ടോ എന്ന അന്വേഷണങ്ങൾ നടന്നു വരികയാണ്. ഇതാണ് UPയിൽ അനീതിയും അക്രമവും വിശ്വാസവഞ്ചനയും ഒന്നും തന്നെ രാജ്യത്തോട് ചെയ്യുന്നവർക്കെതിരെ ഒരു വിട്ടുവീഴ്ചയുമില്ലാത്ത നടപടി യോഗി എടുക്കുമെന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. യുവാവിന് ഭീകര സംഘടനയായ അൽ ഖ്വയ്ദയുമായി ബന്ധമുണ്ട് എന്ന് ATSന്റെ അന്വേഷണത്തിലാണ് കണ്ടെത്തിയിരിക്കുന്നതും. അന്വേഷണത്തിൽ അൽ ഖ്വയ്ദ സ്ലീപ്പർ സെല്ലുമായി ബന്ധപ്പെട്ട ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് കണ്ടെത്തുകയും ചെയ്തു. ഉസൈദിന്റെ 2 സഹോദരന്മാരെ ചോദ്യം ചെയ്യുന്നതിനായി തന്നെ പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ്. നവംബർ മാസത്തിൽ ഉസൈദ് ജമ്മുവിലേക്ക് പോയതായും തന്നെ അന്വേഷണത്തിൽ വ്യക്തമാകുന്നുണ്ട്. ഈ സമയത്ത് അദ്ദേഹത്തിന്റെ തീവ്രവാദ ബന്ധത്തെക്കുറിച്ച് സുപ്രധാന വിവരങ്ങൾ ലഭിച്ചിട്ടുള്ളതായിട്ടാണ് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം ഇന്ത്യയിൽ റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് ഭീകരാക്രമണം നടത്താൻ പദ്ധതികൾ കണക്കുകൂട്ടുന്നതായി തന്നെ പുറത്തു വന്നിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ അതീവ ജാഗ്രതാ നിർദ്ദേശമാണ് ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇന്ത്യയിൽ ഏകോപിത ഭീകരാക്രമണങ്ങൾ നടത്താൻ സാധ്യതയുണ്ടെന്നാണ് ഇന്റലിജൻസ് മുന്നറിയിപ്പ് പുറത്തു വന്നിരിക്കുന്നത്. ആയതിനാൽ തന്നെ ഡൽഹി ഉൾപ്പെടെയുള്ള നഗരങ്ങളും ജമ്മു കാശ്മീരിലും സുരക്ഷാ ഏജൻസികൾ മുൻകരുതലിന്റെ ഭാഗമായി തന്നെ വലിയ രീതിയിൽ ജാഗ്രത പാലിക്കണമെന്ന മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. 26 എന്ന കോഡ് നാമത്തിൽ പാകിസ്ഥാൻ ചാരസംഘടനയായ ISഉം ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദുമായി ചേർന്നുകൊണ്ട് ആക്രമണം ആസൂത്രണം ചെയ്തിരിക്കുകയാണ് എന്നതാണ് വിവരം. പഞ്ചാബ് കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന പ്രാദേശിക ഗുണ്ടകളുടെ സഹായത്തോടു കൂടി തന്നെ ആക്രമണത്തിന് പദ്ധതിയിടുന്നതായി തന്നെ സുരക്ഷാ ഏജൻസികൾ കഴിഞ്ഞ ദിവസം സൂചന നൽകിയിരുന്നു. അയോധ്യയിലെ രാമക്ഷേത്രം, ജമ്മുവിലെ രഘുനാഥ് ക്ഷേത്രം എന്നിവ ഉൾപ്പെടെയുള്ള പ്രമുഖ ആരാധനാലയങ്ങളും പ്രധാന നഗരങ്ങളുമാണ് ഭീകരരുടെ ലക്ഷ്യമെന്നതായിരുന്നു ഇന്റലിജൻസ് റിപ്പോർട്ട് ചൂണ്ടിക്കാണിച്ചത്. ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ ഡൽഹി പോലീസ് അവിടെ പിടികിട്ടാപ്പുള്ളികളായ ഭീകരരുടെ ചിത്രങ്ങൾ നഗരത്തിലെ പ്രധാന ഇടങ്ങളിൽ പതിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൽ ഈ അൽ ഖ്വയ്ദയുമായി തന്നെ ബന്ധമുള്ള മുഹമ്മദ് റൊഹാൻ എന്ന വ്യക്തി അടക്കമാണ് ഇപ്പോൾ ആ പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ആയതിനാൽ തന്നെയാകാം ഇത്തരത്തിൽ ആശങ്ക കൂടുതലായി തന്നെ വർദ്ധിക്കുന്നത് എന്നതാണ് സൂചനകൾ പുറത്തു വന്നിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.